ഹലോ കെ.പി. ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? അതേ ദിവസം എടുത്ത വീഡിയോ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായി ഞാനൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ചിലപ്പം ശരിയാവോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനിത് ആക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിന് മുന്നേ തന്നെ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് എന്തായാലും ഒരു പ്രാവശ്യം ബിരിയാണി ആക്കി നോക്കണമെന്ന്. അപ്പോൾ ഇപ്പോൾ ചിക്കൻ ബിരിയാണി പീസൊന്നല്ല കേട്ടോ, കറി പീസാണ്, കുഞ്ഞു കുഞ്ഞു പീസാണ്. എന്നാലും അത് ഫ്രൈ ചെയ്തിട്ട് മസാലയെല്ലാം ആക്കി ഒന്ന് ആക്കി നോക്കാമെന്ന് വിചാരിക്കുന്നത് എൻ്റെതായ രീതിയിൽ. ഞാൻ ഒരു വീഡിയോസോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. അന്ന് ഏച്ചി ആക്കിയ ഏകദേശം ആ രീതിയിൽ അതിലെ എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലില്ല സാധനങ്ങൾ വെച്ചിട്ട് ഞാനൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയെന്ന്. എന്താവുന്നതെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ചിക്കൻ നേരത്തെ ഞാൻ ഉച്ചയ്ക്ക് മിക്സ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ എന്തെല്ലാം ഇട്ടതെന്നെല്ലാം ഞാൻ നേരം പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അരി എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകാൻ. പിന്നെ എല്ലാം മുറിച്ച് എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒറ്റക്കല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുപ്പും ഈ കാര്യങ്ങളെല്ലാം റെഡിയാക്കലും നടക്കില്ല. പ്രതിയാടിനുണ്ടെങ്കിൽ കുറച്ച് ഹെൽപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒറ്റക്കയില്ല, അതുകൊണ്ട് ഞാൻ വേഗം എല്ലാം റെഡിയാക്കി വെച്ചിട്ടാകുമ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരി ഞാനിതാ നേരത്തെ കഴുകി വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിനെ. അപ്പോൾ ഇപ്പം പ്രതിയാട്ടം വന്നേരം എന്നോട് പറഞ്ഞു ചോറ് ഞാൻ ആക്കിക്കോളാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചോറാക്കേണ്ട ഡ്യൂട്ടി പ്രതിയാടിന് ഏറ്റെടുത്തിട്ടുണ്ട്. എന്നോട് പറഞ്ഞു അതാക്കാൻ വലിയ പണിയൊന്നുമില്ലല്ലോ, എത്ര വേഗമാവും, നീ ബാക്കി മസാലയും ചിക്കൻ ഫ്രൈ എല്ലാം റെഡിയാക്കിക്കോ, ചോറ് ഞാൻ ആക്കിക്കോളാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഞാൻ ഇതിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പറങ്കിപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഉച്ചയ്ക്കേ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇപ്പോൾ ഫ്രൈ ആണെന്ന് പറഞ്ഞുതരാം. അതിൽ കുറച്ചും കൂടെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ മിക്സിയിലൊന്ന് ചതച്ചിട്ടു. പിന്നെ ഒരു ലേശം ഒരു സ്പൂണ് കോൺഫ്ലവറും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയാണ് ഇതിൽ മിക്സ് ചെയ്ത് വെച്ചത്. നെയ്ച്ചോറിനിടാനില്ലേ ഉള്ളിയും ബീൻസും ക്യാരറ്റും മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ബിരിയാണി ചപ്പ് എന്നാണ് കേട്ടോ പറയൽ. ഏട്ടമ്മേൻ്റെ വീട്ടിലുണ്ട്, കറിയിലും ചോറിലെല്ലാം ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാക്കി വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഇനി നമ്മളെ കൊള്ളി കഷ്ണങ്ങളെല്ലാം വേണം കേട്ടോ, അതെല്ലാം എടുക്കാനുണ്ട്. നെയ്യ് അമ്മേൻ്റെ അടുത്ത് പോയിട്ട് വാങ്ങണം, നെയ്യില്ല. പിന്നെ നമ്മളെ മസാലക്കില്ല ഉള്ളിയും തക്കാളിയും മുളകും മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ നെയ്ച്ചോറിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ടില്ലേ ഉള്ളിയാണ്, അത് വറുത്തെടുക്കണം. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും അങ്ങനത്തെ അലങ്കാരപ്പണികളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ബിരിയാണി ഒന്നല്ലല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. തട്ടിക്കൂട്ട് ബിരിയാണി നമ്മളെ കൈശൂല്ല സാധനം വെച്ചിട്ട് പിന്നെ ആക്കുന്നതാണ് കേട്ടോ. അപ്പം അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും നമ്മളങ്ങനെ വാങ്ങി വെക്കലൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യത്തിന് ഇങ്ങനെ ഒരു കുഞ്ഞി പാക്കറ്റ് വാങ്ങുന്നതല്ലാണ്ട്. അപ്പോൾ ഇപ്പോൾ ഏട്ടമ്മി ഇതേപോലെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ആക്കുന്നുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ കുട്ടാപ്പി പീടിയപ്പേരം മല്ലിച്ചപ്പ് വാങ്ങിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് മല്ലിച്ചപ്പ് കൊണ്ട് തന്നിട്ടുണ്ട്. നമ്മൾ ഈ സാധനം വാങ്ങലില്ല കേട്ടോ, ഇടലും ഇല്ല. എനിക്ക് അങ്ങനെ ഇതിൻ്റെ ഫ്ലേവർ മണവും എനിക്ക് വലിയൊരു ഇഷ്ടമല്ല കേട്ടോ. എന്നാലും കുറച്ച് വേണമെങ്കിൽ ബിരിയാണീൻ്റെ മുകളിലേക്ക് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം വിചാരിക്കുന്നത് പിന്നെ ഈ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ആ എണ്ണേൻ്റെ അകത്ത് പിന്നെ നമുക്ക് ചിക്കൻ വറുക്കാം. പിന്നെ മസാലയാക്കാനും വേണമെങ്കിൽ അതേ എണ്ണ തന്നെ യൂസ് ചെയ്യാമല്ലോ. വെറുതെ നാളെയൊന്നും പിന്നെ ആ എണ്ണ എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് പരമാവധി ആ ഒരു എണ്ണയിൽ തന്നെ നമ്മളെ പരിപാടികളെല്ലാം തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളി വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മളെ ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മളെ ഉള്ളി ഇതാ നല്ല കളർ മാറി നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഒരുപാട് കരിക്കുന്നില്ല കേട്ടോ, ഇത് വാങ്ങാം. എല്ലാം വറുത്ത് കോരി ഇനി ആ എണ്ണയിലേക്ക് തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. കാലും മറ്റേ കൊട്ടിൻ്റെ പീസെല്ലാം ദേവൂട്ടിക്ക് ഇന്നലെ ആക്കി കൊടുത്തിട്ടുണ്ടായിനെ. ഇത് കൊട്ടെല്ലാം ഉണ്ടാവും, അങ്ങനെ കാലിൻ്റെ പീസൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരിക്കലും കൂടെ വറുക്കാനുള്ള ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും റെഡി ആവട്ടെ, എന്നിട്ട് കാണാം. അപ്പം നമ്മളെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതേ പാത്രത്തിൽ തന്നെ ഞാൻ മസാലയാക്കാം. ഒരു 2-3 പീസും കൂടെ അടുപ്പത്തുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് റെഡി ആയിട്ടാകുമ്പം ഇനി വേഗം മസാലയാക്കാം. വറുത്ത് കഴിഞ്ഞേ. അപ്പോൾ ഞാനിതാ വേറൊരു പാത്രം എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ഞാൻ മറ്റേ ചിക്കൻ വറുത്ത എണ്ണ എടുത്തിട്ടില്ല കേട്ടോ, അത് ഒരുപാടൊന്നും ഇല്ല. മൊത്തം അതിൻ്റെ അടി മൊത്തം പൊടിയെല്ലാം ചിക്കൻ്റെ, ഞാനത് എടുത്തിട്ടില്ല. അപ്പോൾ
കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇതാ ഉള്ളി ഇട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഇതാ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ഒന്ന് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചേ ഇല്ലൂ, ഞാൻ നേരത്തെ ചിക്കന് വേണ്ടിയിട്ട് ചതച്ചതാണ്. അപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായതാണ്. അതുകൊണ്ട് ലേശം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. മതിയോ? ഈ മസാലയും കൂടെ റെഡി ആയിട്ട് ഞാൻ അടുപ്പിൻ്റെ അടുത്തുനിന്ന് മാറിയിട്ട് വേണം ഹൃദയാണ് ചോറിൻ്റെ പരിപാടി നോക്കാൻ. ദേവൂട്ടി ഉറങ്ങിയേ. ഇനിയിപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടാകുമ്പോൾ ദേവൂട്ടീനെ വിളിച്ച് എണീപ്പിക്കണം. എണീക്കുമെന്ന് അറിയില്ല. ഉള്ളി കുറച്ച് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. പഴുത്ത മുളകാണ്, അതുകൊണ്ട് മനസ്സിലാവുന്നുണ്ടാവില്ല. തക്കാളിൻ്റെ അതേ കളറാണ് മുളകിനും. അപ്പോൾ ഒരു മുളകേ ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ തക്കാളി ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. തക്കാളി ഉള്ളിയെല്ലാം നല്ലോണം വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല. ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ അതിലത്. കളറ് കുറവായിരിക്കും മസാലക്ക്. കാശ്മീരി മുളക് പൊടി വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് പ്രതിയാട്ടം പോയാലും മറന്നുപോയി ഞാൻ പറയാൻ. കുരുമുളക് പൊടി ഇനി ഇടുന്നില്ല കേട്ടോ. നേരത്തെ കുറച്ച് ചതച്ചത് ബാക്കിയുണ്ടായത് ഇട്ടിട്ടില്ലേ, അതുകൊണ്ട് ഇനി ഇടുന്നില്ലേ. ഇനി ഇതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ചൊരു ഗ്രേവി ടൈപ്പ് പോലെ ആക്കാം മസാല. ഇനിയിപ്പോൾ ഇത് നല്ലോണം ചൂടാവട്ടെ. അപ്പോൾ ഇത് ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളെ ചിക്കൻ തട്ടി കൊടുക്കാം കേട്ടോ. ഇത് ഇളക്കിയിട്ട് കാണിച്ചു തരാം. ഇളക്കാൻ നീരില്ല. അങ്ങനെ ഇതാ മസാലയും ചിക്കനും എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോയിൽ ഇപ്പോൾ കാണുമ്പോൾ വലിയൊരു കളറൊന്നും തോന്നുന്നില്ല. കാണുന്ന ലുക്കിലല്ലല്ലോ കാര്യം, ടേസ്റ്റിലല്ലേ കാര്യം. നല്ല ടേസ്റ്റിലും ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിതാ ഒരു സലാഡും ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു ഉള്ളിയും തക്കാളിയെല്ലാം മുറിച്ചിട്ടിട്ട് മോര് വെച്ചിട്ടൊരു സലാഡും ആക്കി. ഇനിയിപ്പം നമ്മൾ ചോറാണ് റെഡിയാവാനുള്ളത്. എല്ലാ സാധനങ്ങളും ഞാനിത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ചോറാക്കേണ്ട ആളില്ല കേട്ടോ. സമയം 8:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറായില്ല. എന്നോട് പറഞ്ഞു നിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആക്കിക്കോളാം, പിന്നെ നിൻ്റെ മസാലയും കാര്യങ്ങളും എല്ലാം ആയിട്ടാകുമ്പോൾ ഞാൻ ആക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം റെഡി ആകുമ്പോഴത്തേക്ക് പിന്നെ പ്രതിയാടിൻ്റെ ഫോൺ വന്നു കേട്ടോ. ഇനി എൻ്റെ പ്രതീക്ഷയായിട്ട് ചങ്ങളായി നിൽക്കുന്നുണ്ട്, ഒന്ന് കൂട്ടാൻ പോകണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പം പ്രതിയായിട്ട് കൂട്ടാൻ പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ലേറ്റ് ആവൂലേ, ഞാൻ ആക്കാം ചോറ് എന്ന് പറഞ്ഞു. അപ്പം അതിന് സമ്മതിക്കുന്നില്ല. അപ്പം എന്നോട് പറഞ്ഞു പിന്നെ വേണ്ട, ചോറാവാൻ അത്രയ്ക്ക് വലിയ പണിയൊന്നുമില്ലല്ലോ, എല്ലാം റെഡിയാക്കി വെച്ചതല്ലേ, ഞാൻ വന്നിട്ടാകുമ്പോൾ ആക്കിക്കോളാന്ന് പറഞ്ഞു. ഭയങ്കര വാശി, പ്രതിയായിട്ട് തന്നെ ആക്കിക്കോളാന്ന്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ആഗ്രഹമല്ലേ, നടക്കട്ടെ, വന്നിട്ട് മെല്ലെ ആക്കട്ടെ, മെല്ലെ തിന്നാം. ഇല്ലെങ്കിൽ 8:30 ആകുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കുന്ന ആളാണേ.
അപ്പം ഇന്ന് എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, മല്ലയാക്കാം, പതുക്കെ കഴിക്കാമെന്ന് പറഞ്ഞു. പാവം എൻ്റെ മോള് കിടന്ന് ഉറങ്ങിയാട്ടാ. ചക്കരെ വെയ്യ വിളിച്ചെണീപ്പിക്കാം. പിന്നെ എന്തായാലും ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. അയ്യോ, രാത്രി കുളിക്കാൻ തോന്നുന്നു. ആകെ വേർത്ത് ക്ഷീണിച്ചിട്ടുണ്ട്. എല്ലാ പണിയും കഴിഞ്ഞ് വെയ്യ കുളിക്കാം. അങ്ങനെ പ്രതിയേട്ടനെത്തി. പിന്നെ ചടപടയെന്ന് പറഞ്ഞിട്ട് നമ്മളെ പരിപാടികൾ തുടങ്ങുമെന്ന് കേട്ടോ. അപ്പോൾ വേഗത ഉരുളി അടുപ്പത്ത് വെച്ചു. എൻ്റെ ഉരുളി കുറച്ച് കുഞ്ഞിയാണ്. അപ്പോൾ അതിലായിട്ടില്ലെങ്കിലോ എന്ന് മേടിച്ചിട്ട് അമ്മേൻ്റെ അടുത്ത് പോയിട്ട് ഉരുളി എടുത്തിട്ട് വന്നു. അപ്പോൾ ഏകദേശം രണ്ട് സെയിം തന്നെയാണ്, എന്നാലും ഇത് കുറച്ച് വലിപ്പം കൂടുതലാണ്. അങ്ങനെ ഇത് അതിലേക്ക് നെയ്യിട്ടെടുത്തു. ആ നെയ്യ് ഉരുകി കഴിഞ്ഞേരം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കൊള്ളി സാധനങ്ങളില്ലേ, ഗ്രാമ്പൂ, പട്ട, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കുറച്ച് വാരി അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ആ ഇലയില്ലേ, നമ്മൾ ബിരിയാണി ചപ്പ്, അതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ക്യാരറ്റും ബീൻസും ഉള്ളിയും ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം നല്ലോണം ഒന്ന് വഴണ്ടി വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഉപ്പൊന്നും ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം എല്ലാം വഴണ്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച അരിയില്ലേ, ആ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചില ആൾക്കാർ പിന്നെ വെള്ളം ഒഴിച്ചാൽ വെള്ളം തിളച്ചതിന് ശേഷം പിന്നെ അരി ഇട്ട് കൊടുക്കുന്നത് കാണാം. ചില ആൾക്കാർ എന്നല്ല, നമ്മളും നമ്മളെ വീട്ടിലേക്ക് കുറച്ചെല്ലാം ഇങ്ങനെ നെയ്ച്ചോറ്, മുട്ടക്കറി അങ്ങനെ എന്തെങ്കിലുമെല്ലാം ആക്കുമ്പോൾ പിന്നെ അതുപോലെ ചെയ്യലുണ്ട്. പിന്നെ ചിലപ്പോൾ നമ്മൾ എല്ലാം കൂടെ ഈ പച്ചക്കറികളും പിന്നെ ഇതിലിടുന്ന എല്ലാ കൊള്ളി കഷ്ണങ്ങളും അരിയും എല്ലാം കൂടെ കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 വിസിലടുപ്പിച്ചാൽ നെയ്ച്ചോറ് റെഡി, അങ്ങനെ ആക്കലുണ്ട്. പിന്നെ പ്രതിയേട്ടൻ പറഞ്ഞു കുക്കറിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പം കുഴഞ്ഞു പോയെങ്കിലോ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആക്കാമെന്ന് പറഞ്ഞിട്ട് ഇത് ആ അരിയും അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ചൂടാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിന്. നമ്മൾ ഒരു പാട്ടി അരിക്ക് 2 പാട്ട വെള്ളം എന്നുള്ള കണക്കിനാണ് ഒഴിക്കുന്നത്. നേരെ ഇരട്ടി, നമ്മൾ ഏത് പാത്രത്തിലാണോ അരി ഇളക്കുന്നത് ആ പാത്രത്തിൻ്റെ നേരെ ഇരട്ടി വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ പിന്നെ അതിലേക്ക് ഇതാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കിയിട്ട് അടച്ച് വെക്കുന്നുണ്ട്. ഫുൾ തീയിലല്ല, കുറച്ച് തീ കുറച്ചിട്ട് അടച്ച് വെക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് തുറക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പകുതി മുക്കാൽ വേവ് ആയിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ആയിട്ടില്ല, പക്ഷെ നമ്മൾ തീ ഓഫ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതാ കുറച്ച് മല്ലിയിലയില്ലേ, ആ മല്ലിയില കുറച്ച് അതിൻ്റെ മുകളിലേക്ക് കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല. പിന്നെ ഞാൻ നേരത്തെ ഉള്ളി പിന്നെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ ആ ഉള്ളിയും കൂടെ കുറച്ച് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ടാകുമ്പോൾ നമ്മളത് അടച്ച് വെച്ചിട്ട് സാധാരണ ദമ്മിടാം. നമ്മൾ അടുപ്പത്തു നിന്നാണ് ഉണ്ടാക്കിയെങ്കിൽ ആ തീക്കനലില്ലേ, ആ തീക്കനൽ കോരിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചൂടിന് ബാക്കി വേവ് കറക്റ്റായിട്ട് ആയിക്കോളും. അപ്പം നമ്മളിപ്പം ഗ്യാസുമെന്നല്ലേ ആക്കിയത്, അടുപ്പൊന്നും കത്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങനെ ദമ്മിട്ടിട്ടൊന്നുമില്ല നമ്മൾ. ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ പ്രതിയായിട്ടെല്ലാം റെഡിയാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് പോയി. അപ്പം ഞാനൊരു കലം, നമ്മൾ ചൂടുവെള്ളം വെക്കുന്ന ഒരു കലം ഉണ്ടായിന്, അപ്പോൾ ആ വെള്ളത്തോടു കൂടി ആ വെയിറ്റോടു കൂടി അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുമായിരുന്നു കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ചോറെല്ലാം സെറ്റായി. അങ്ങനെ അമ്മേനെ വിളിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു പ്രതീക്ഷേട്ടനും അമ്മ അപ്പുറത്തുനിന്ന് കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് അമ്മ ഇതാ ബിരിയാണി എടുത്തിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ നമുക്കും കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇതാ എല്ലാം എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ലാണ്ട് നമ്മൾ ചോറെല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം കൂടിപ്പോയിനോ എന്നെല്ലാം പേടിച്ചിന്, പക്ഷേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളെ ചോറും പിന്നെ ചിക്കനും മസാലയും എല്ലാം നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം ഇതാ ഞാൻ ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് അന്നേരം ഒന്ന് വിളമ്പുന്ന വീഡിയോ എടുത്തതാണ് കേട്ടോ. പക്ഷേ നല്ല രസമുണ്ടായിനെ, നമ്മളാക്കിയതുകൊണ്ട് പറയുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ എനിക്കും ഭയങ്കര ടെൻഷനായിരുന്നു റെഡിയായി കിട്ടൂലേ എന്നുള്ളത്. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. മക്കൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിനി. പക്ഷേ ഉറക്കത്തിൻ്റെ ഇതിലായതുകൊണ്ട് അധികം കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പിറ്റന്നാളത്തേക്കും കൂടിയുള്ള ബിരിയാണി ബാക്കിയുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ നമ്മളെ തട്ടിക്കൂട്ടി ബിരിയാണി സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. ഞാനും പ്രതിയായിട്ടും കൂടി ഉണ്ടാക്കിയത്. രണ്ടാളും ഇത് ഉറങ്ങിയിട്ട് ഇപ്പം നമ്മൾ ഉറക്കത്തുനിന്ന് വിളിച്ചെണീപ്പിച്ചിട്ടുണ്ട്. സമയം 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ബിരിയാണി തിന്നണ്ടേ? ദേവൂട്ടിക്ക് ഒരു ചിക്കൻ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വെക്കുന്നേ. അപ്പം എന്തായാലും നമ്മളിനി ബിരിയാണി കഴിക്കട്ടെ. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റ് നോക്കിയാലും അടിപൊളിയാണ്. അപ്പുറത്തേക്കും കൊടുത്തു. പിന്നെ ഇനിയിപ്പോൾ നമ്മളും കഴിക്കാൻ പോകുന്നത്. അപ്പം എന്തായാലും നമ്മളെ ബിരിയാണി സക്സസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ് കേട്ടോ, ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഞാനെന്ന് പറഞ്ഞാൽ ബിരിയാണിയൊക്കെ സിമ്പിളാണ് കേട്ടോ. നമ്മൾ ഈ പേടിച്ചിട്ട് അതെ ദമ്മിട്ടിട്ടില്ല എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. തീ കത്തിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് കനലൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മളതായ രീതിയിൽ നമ്മളൊരു തട്ടിക്കൂട്ടി ബിരിയാണി റെഡിയാക്കി. പിന്നെ മിക്സ് ചെയ്തിട്ടില്ല. ഇവർ പറഞ്ഞു മിക്സ് ആക്കണ്ട, ചോറ് വേറെയും മസാല വേറെയും എന്ന് പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ എല്ലാം കൂടെ മിക്സ് ആക്കാഞ്ഞത്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ എൻ്റെയും പ്രതിയേട്ടൻ്റെയും സ്പെഷ്യൽ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നമ്മളെ ബിരിയാണി സ്പെഷ്യൽ വ്ളോഗായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.